തിരികെ വരാൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവിന് നേരെയുണ്ടായ ഭീഷണിയിൽ CPM നേതാക്കൾക്കെതിരെ കേസ്. ഭീഷണി മുഴക്കിയതിന് CPM ഏരിയ സെക്രട്ടറി T. രവീന്ദ്രനെതിരെയും കട തകർത്തതിന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TP റീന ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർക്കെതിരെയുമാണ് കേസ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഭീഷണി സന്ദേശത്തെ തുടർന്ന് നേരിട്ട് പരാതി നൽകിയിരുന്നോ? ഇപ്പോൾ അതേ തുടർന്നാണോ കേസെടുത്തിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? അതെ മൂത്തി, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് തന്നെ SP തന്നെ ഈ സുധീർ പരാതി നൽകിയിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ചുങ്കത്തറ പഞ്ചായത്തിലെ ഈ ഭരണമാറ്റവും അവിശ്വാസ പ്രമേയവും സംഘർഷവും തുടർന്നുണ്ടായ ഈ സംഭവ വികാസങ്ങൾ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നുസൈബ കൂറുമാറി വോട്ട് ചെയ്തതോടുകൂടിയാണ് UDF അവിടെ ഭരണം തിരിച്ചു പിടിക്കാനായത്. നുസൈബയുടെ ഭർത്താവ് സുധീർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയാണ്. അങ്ങനെ സുധീറിനെ ഈ ഏരിയ സെക്രട്ടറിയായ രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം, ഫോൺ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസ് CPM പ്രവർത്തകർ T. രവീന്ദ്രനെതിരെയും ഒപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ TP റീനയ്ക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ആ ഫോൺ സന്ദേശത്തിൽ പറയുന്നത് ഈ അൻവറിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും, കുടുംബത്തിനുൾപ്പെടെ കരുതിയിരുന്നോ എന്നുള്ളൊരു ഭീഷണി സന്ദേശം തന്നെയായിരുന്നു. അത് ഈ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിന് മുൻപേ വിളിച്ചതാണ്. അത്തരത്തിൽ യാതൊരു ഭീഷണിയും ഉണ്ടാക്കിയതല്ല. ഇങ്ങോട്ട് വിളിച്ച് പ്രകോപിച്ചപ്പോൾ പ്രതികരിച്ചതാണെന്നാണ് CPM നേരത്തെ നൽകിയ വിശദീകരണം. ഒപ്പം തന്നെ അതിനുശേഷം 2 ദിവസം മുമ്പ് വ്യാഴാഴ്ചയാണ് ഈ രവീന്ദ്രന്റെ കട അടിച്ചു തകർക്കുന്നത്. അത് CPM പ്രവർത്തകരാണെന്ന് പറഞ്ഞ് പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് ജില്ലാ പോലീസ് മേധാവിയെ ഈ 2 കാര്യങ്ങളും കാണിച്ച് പരാതി അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. ഈ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മോത്തി.